കാവ്യയുടെ ചില ദൗർബല്യങ്ങളായിട്ട് കാവ്യ തന്നെ പറയാറുള്ള ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, പെട്ടെന്ന് സ്നേഹത്തിൽ വീണു പോവുക. രണ്ട്, ആളുകളെ വിശ്വസിച്ച് ചില കാര്യങ്ങൾ തുറന്നു പറയുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് കാവ്യക്കുണ്ടായ അപകടങ്ങൾ ഒന്ന് രണ്ടെണ്ണം പറയാവോ? അപകടങ്ങൾ എന്ന് പറയുന്നത് അപകടങ്ങൾ തന്നെയാണ് കൂടുതൽ. നമ്മൾ ആൾക്കാരെ വിശ്വസിക്കുന്നത് കൊണ്ട്, നമ്മൾ പെട്ടെന്ന് ഒരാളായിട്ട് നല്ലൊരു അടുപ്പുണ്ടാവുന്നത് കൊണ്ടൊക്കെ അപകടങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിന് വല്ലാത്ത മനസ്സിന്റെ വേദനയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് താങ്ങാൻ പറ്റാത്തൊരു. എനിക്ക് തോന്നുന്നു ശരീരത്തിന്റെ ഒരു ഭാഗത്തൊക്കെ എന്തെങ്കിലും മുറിവുണ്ടായാലൊക്കെ നമുക്ക് പിന്നെയും സഹിക്കാൻ പറ്റും. പക്ഷെ മനസ്സിന്റെ വേദന ഒന്നും ഒരു മരുന്ന് കൊണ്ട് മാറ്റാൻ പറ്റുന്നതല്ലല്ലോ. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മുടെ വീട്ടിലെ സ്വന്തം ആങ്ങളേനെ പോലെയൊക്കെ നിന്നിരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മാവന്റെ സ്ഥാനത്തൊക്കെ വരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് അങ്ങനെയൊക്കെ നിൽക്കുന്ന ആൾക്കാരിൽ നിന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ തോന്നും, അയ്യോ ഇനി ഒരാളോടും അടുപ്പം കാണിക്കണ്ട, ഇനി ആര് നമ്മൾ പരിചയപ്പെടുമ്പോഴും ഒരു കയ്യകലം വെച്ചിട്ടൊക്കെ നിർത്തിയാൽ മതി എന്ന് വിചാരിച്ചാലും അറിയാതെ നമ്മുടെ പിന്നെയും അവരായിട്ട് നല്ല ക്ലോസ് ആവും. അവരെ കയ്യിൽ നിന്ന് വീണ്ടും നല്ലൊരു അടി കിട്ടിയിട്ട് നമ്മൾ വീണ്ടും എല്ലാവരും വിഷമിക്കും. ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക്. അപ്പൊ ഞങ്ങളത് അനുഭവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് ഈ പൊതുവെ ആളുകളിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? ഞാൻ ഭയങ്കരമായിട്ട് പോസിറ്റീവ് ചിന്താഗതിയുള്ള ഒരാളായിരുന്നു. ഇപ്പൊ അല്ലാന്നല്ല, ആരെ കണ്ടാലും കാരണം ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ നാട്ടില് അങ്ങനെ ഒരു കുഴപ്പക്കാര് അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ നാട്ടില് നീലേശ്വരം പോലത്തെ ഒരു സ്ഥലത്തൊക്കെ എല്ലാം ഉള്ളിലുള്ളത് മാത്രമേ പുറത്ത് കാണുള്ളൂ. ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് വേറൊന്ന് കാണിക്കുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു ജനത്തിന്റെ ഇടയിൽ നിന്നല്ല ഞാൻ വളർന്നത്. അതുകൊണ്ടായിരിക്കാം എനിക്ക് സിനിമയിൽ വന്നപ്പോ, നീലേശ്വരത്ത് നിന്ന് താമസം മാറി എറണാകുളം വന്നപ്പോ എനിക്ക് എല്ലാവരും നല്ലവരായിട്ട് തോന്നിയത് അതുകൊണ്ടായിരിക്കാം. ഞാൻ പഴകിയിരിക്കുന്ന അങ്ങനെയാണ്. പക്ഷെ അതല്ല സത്യം. പിന്നെ ഞാൻ കുറെയൊക്കെ നെഗറ്റീവായിട്ട് ആരെ കണ്ടാലും ഇവര് കുഴപ്പക്കാരനല്ലേ എന്ന് പറഞ്ഞിട്ട് തന്നെ അവരെ കാണാൻ തുടങ്ങി. അതും പിന്നെ എനിക്ക് കുഴപ്പമായി തുടങ്ങി. കാരണം അവരെന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ, അമ്മേ അത് സമ്മതിക്കണ്ട കേട്ടോ, ചിലപ്പോൾ പുള്ളി ഇങ്ങനെ ചിന്തിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ എന്നെ വീട്ടിൽ നിന്ന്, നീ ഇതെപ്പോൾ തുടങ്ങിയാണ് ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയത്, നിനക്ക് എപ്പോൾ തൊട്ട് ഇങ്ങനെ. അതും എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും എന്നെ കുറ്റപ്പെടുത്താൻ തുടങ്ങി. പലപ്പോഴും എനിക്ക് തെറ്റും പറ്റും. ഞാൻ മോശമാണെന്ന് വിചാരിക്കണ പലരും നല്ല ആൾക്കാരായിരിക്കും. ഇപ്പോ നെഗറ്റീവ് അല്ല പോസിറ്റീവ് ഇല്ല എന്നുള്ള, എന്തെങ്കിലും സംഭവിക്കട്ടെ, എന്തെങ്കിലും ആവട്ടെ എന്നുള്ളൊരു മെന്റാലിറ്റി ആയി ഇപ്പൊ. കാവ്യയെ ഒരുപാട് സ്നേഹിച്ച മലയാളികൾ, അതുപോലെ മലയാളികൾ ഒരുപാട് സ്നേഹിച്ച കാവ്യ, ഈ മലയാളികൾ തന്നെ കാവ്യയെ കരയിപ്പിച്ച സന്ദർഭങ്ങളുണ്ടോ? ഒരുപക്ഷെ എന്താ പറയുക, ഗോസിപ്പുകൾ പ്രചരിപ്പിച്ചതുകൊണ്ടോ, അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ മോശമായ ഒരു ചിത്രം ഇട്ടുകൊണ്ടോ അങ്ങനെ കാവ്യയെ കരയിപ്പിച്ച മലയാളികളുണ്ടോ? ഒരു ഗോസിപ്പിന്റെ പേരിൽ ഞാൻ ഇതുവരെ കരഞ്ഞിട്ടില്ല. എൻ്റെ തുടക്ക സമയത്താണെങ്കിലും ഇപ്പോഴത്തെ സമയമാണെങ്കിലും ഞാൻ ഗോസിപ്പ് കാരണം ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം ഏതൊരു വ്യക്തിക്കും ഉണ്ടാവണ പോലെ ആദ്യം ചില ഷോക്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എന്തോ എനിക്ക് ചിലപ്പോൾ ദൈവം തന്നിട്ടുള്ള ഒരു മറ്റൊരു കഴിവായിരിക്കും. എനിക്ക് ചിലപ്പോൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കിക്കും. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്കും അത് കവർ ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. ചിലപ്പോൾ വലിയ ഇഷ്യൂസൊക്കെ ഞാൻ ഭയങ്കര കൂളായിട്ട്, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചിലപ്പോൾ ധൈര്യം കൊടുക്കുന്നത് ഞാനായിരിക്കും. അങ്ങനൊരു കഴിവ് എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. എല്ലായ്പ്പോഴും അത് ഇതാവണം എന്നില്ല കേട്ടോ. പക്ഷെ എനിക്കങ്ങനൊരു, പിന്നെ ബഹുജനം പല വിധം എന്നല്ലേ പറയാം. നമ്മൾ ലൊക്കേഷനിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നൂറുകണക്കിന് ആൾക്കാരുണ്ടാവും. അതിൽ തന്നെ എല്ലാവരും നല്ലതാവണം എന്നില്ല. നമ്മൾ ഇപ്പോൾ അഭിനയം എന്നൊക്കെ പറഞ്ഞ ഒരു മൂഡിന്റെ പുറത്ത് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഞാൻ വിശ്വസിക്കുന്നില്ല എനിക്ക് എന്തൊക്കെയൊക്കെയോ കഴിവുകളുള്ള ഒരാളാണ് ഞാനൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരു ടേക്കിന് മുന്നിലും ഞാൻ സ്വയം ഒന്ന് ആ ക്യാരക്ടറായിട്ടൊന്നും പ്രിപ്പയർ ചെയ്യാറോ ഒന്നുമില്ല. ആക്ഷൻ പറയുമ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് എന്നെ കൊണ്ട് ദൈവം ചെയ്യിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ചിലപ്പോൾ ഒരാളുടെ ഒരു സംസാരത്തിന്റെ പുറത്തായിരിക്കും എനിക്കത് ചെയ്യാൻ പറ്റാണ്ടാവുക. അപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. ഈ ഗോസിപ്പ് പറയുന്നതിനേക്കാൾ ഉപരി അങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ് എനിക്ക് എൻ്റെ ജോലി ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത്, ആ സിറ്റുവേഷൻ മനസ്സിലാക്കാതെ, അപ്പം നെക്സ്റ്റ് ചോദ്യം വരുന്നത്, നമ്മളൊക്കെയല്ലേ നിങ്ങൾ ആൾക്കാരാക്കിയത്, നമ്മുടെ ചോറല്ലേ നിങ്ങൾ ഉണ്ണുന്നത് എന്നാണ് അവരെ ആദ്യത്തെ സംസാരം തന്നെ വരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. അല്ലാതെ ഗോസിപ്പിന്റെ പുറത്തുനിന്ന് വിഷമം തോന്നി. ഇപ്പോ ഈ പുതിയ തലമുറയിലെ നടിമാരെ പലരെയും കാവ്യ തന്നെ കണ്ടിട്ടുണ്ടല്ലോ. ഈ ടി വിയിലൊക്കെ വന്നിട്ട് നല്ല കോൺവെന്റ് ഇംഗ്ലീഷിലൊക്കെയാണ് അവർ സംസാരിക്കുക. അപ്പൊ അങ്ങനെ കാവ്യക്ക് ഇവരെല്ലാം കണ്ടിട്ട് എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയല്ലോ എന്ന് തോന്നിയ അവസരങ്ങളുണ്ടോ? എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയി എന്നുള്ളത് എനിക്കൊരു വിഷമമൊന്നുമില്ല. കാരണം വിഷമമില്ല എന്നല്ല, എന്നാലും ചിലപ്പോഴൊക്കെ തോന്നാറുണ്ട് എനിക്ക് ഇത്തിരി കൂടി പഠിക്കാൻ പറ്റി. പക്ഷെ എനിക്ക് കോളേജിൽ ഞാൻ ചിലപ്പോൾ ഒരു MA വരെയൊക്കെ പഠിച്ചാലും കിട്ടാത്തത്ര അനുഭവങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട് സിനിമയിൽ നിന്ന് ഇത്രയും വർഷം കൊണ്ട്.
പിന്നെ പഠിച്ചത് കൊണ്ട് മാത്രം കിട്ടാത്ത കുറെ അറിവുകളുണ്ട്. അതൊക്കെ എനിക്കുണ്ട്. ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് ജീവിക്കാൻ അറിയണം, അതിനുള്ള അറിവിന്റെ ആവശ്യമുള്ളൂ. അല്ലാതെ കുറെ കെമിസ്ട്രി അങ്ങ് വരെ പഠിച്ചിട്ട് ബയോളജി അങ്ങ് വരെ പഠിച്ചിട്ടൊന്നും ജീവിക്കാൻ പറ്റണമെന്നില്ല. അങ്ങനെ ഒരാൾക്ക് ചിലപ്പോൾ ഒരു ദിവസം അടുക്കള കംപ്ലീറ്റ് ഒന്ന് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ കണ്ണു മീച്ച് നിൽക്കുകയുള്ളൂ. അതാണ് ഞാൻ ആഗ്രഹിച്ചൊരു ലൈഫിന് ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു പ്ലസ് എന്ന് പറയുന്നത് അതാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു വീട് നന്നായിട്ട് നോക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് പറ്റുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. പഠിപ്പ് എനിക്കില്ല, ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല, ഞാൻ അത്ര ഫ്ലുവൻ്റ് അല്ല. പക്ഷെ എന്ന് കരുതിയിട്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഒരു കുഴപ്പം പറ്റിയിട്ടുമില്ല. ഏത് ജർമ്മൻകാരൻ്റെ അടുത്ത് വരെ ഞാൻ പോയിട്ട് സംസാരിച്ചിട്ടുമുണ്ട്. നസ്രാണിയിലെ റോള് ഉപേക്ഷിക്കാൻ വേണ്ടി എടുത്ത തീരുമാനത്തെ കുറിച്ച് പറഞ്ഞു. അതല്ലാതെ കാവ്യ തന്നെ എന്തെങ്കിലും തീരുമാനം എടുത്ത് നടപ്പാക്കിയിട്ടുണ്ടോ? അങ്ങനെയില്ല. അങ്ങനെ എനിക്ക് ഉണ്ടായിട്ടില്ല. എനിക്കെല്ലാം അച്ഛനും അമ്മയും ആശ്രയിക്കാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതുവരെ. ഞാനിപ്പോൾ ഇവിടെ വരുമ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് പോലും എൻ്റെ അമ്മ എനിക്ക് തന്ന ഡ്രസ്സാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. എനിക്ക് അങ്ങനെ ഇല്ല, ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയില്ല. എൻ്റെ ഒരു ഇഷ്ടം, എൻ്റെ മാത്രം ഇഷ്ടം ഇപ്പോൾ ഉണ്ട്. എൻ്റെ പുതിയ വീട്ടിൽ എൻ്റെ റൂം എൻ്റെ ഇഷ്ടത്തിന് ചെയ്തതാണ്, അത് സത്യമാണ്. ഇവിടെ നിന്ന് 10 വർഷത്തിന് അപ്പുറത്തുള്ള കാവ്യ മാധവന്റെ ചിത്രം എന്താ? തടിച്ചിട്ടുണ്ടാവും എന്തായാലും, അത് ഷുവറാണ്. ഇതിൽ കൂടുതലും തടിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ തീർച്ചയായിട്ടും ഒരു കുടുംബമൊക്കെ നോക്കുന്ന ഒരു വീട്ടമ്മയ്ക്ക് ആയിരിക്കും, അത്രയല്ലേ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഒരു കലാകാരിയെ അവിടെ കാണുന്നില്ല. എനിക്കറിയില്ല, എൻ്റെ ഒരു രീതി വെച്ചിട്ട് ഞാൻ ഭയങ്കര മടിയൊക്കെ ഉള്ള ഒരാളാണ്. ചിലപ്പോഴൊക്കെ തോന്നും എൻ്റെ ഡാൻസിന്റെ മാഷൊക്കെ വന്നിട്ട് എവിടെ പോയാലും ഒരു ഡാൻസ് സ്കൂളൊക്കെ തുടങ്ങണം എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഒരു നിമിഷമൊക്കെ ശോഭന ചേച്ചിയുടെ ഒക്കെ ഏതെങ്കിലും ഡാൻസിന്റെ CD ഒക്കെ ഇട്ട് കാണുമ്പോൾ തോന്നും എനിക്കിതുപോലെ ഡാൻസിലൊക്കെ എന്തെങ്കിലും ആവണം എന്നൊക്കെ തോന്നും. പക്ഷെ എൻ്റെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ്, ഇത്രയും നാളത്തെ എൻ്റെ ലൈഫ് ഫുൾ കമ്മിറ്റ്മെന്റിന്റെ പുറത്തായിരുന്നു. രാവിലെ ഇത്ര മണിക്ക് എണീക്കുക, ഇത്ര മണിക്ക് അവിടെ പോകണം, അങ്ങനെയുള്ളതായിരുന്നു. അങ്ങനെ ഇല്ലാത്തൊരു ജീവിതമാണ് ഇനി എനിക്ക് വരാൻ പോകുന്നത്. ഒരു കമ്മിറ്റ്മെന്റും ഇല്ലാതെ. എന്നാലും വീട്ടുകാരും ചെയ്യാന്നുള്ളത് ഒരു വലിയ കമ്മിറ്റ്മെന്റ് തന്നെയാണ്. പക്ഷെ എന്നാലും നമ്മൾ കുറച്ചും കൂടി ഫ്രീ ആയി. ഞാനീ പറയുന്നതൊക്കെ ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ചാന്ന് തോന്നണ പോലെ ഉള്ളൂ ചിലപ്പോ. ഇപ്പൊ എനിക്കത് ഭയങ്കര അങ്ങനെ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ചിലപ്പോ ആ സിറ്റുവേഷനിലേക്ക് ഞാൻ ചെല്ലുമ്പോഴായിരിക്കും അതായിരുന്നു നല്ലതെന്ന് ചിലപ്പോ തോന്നിയേക്കാം. പക്ഷെ എന്താണ് ദൈവം വിധിച്ചിരിക്കണമെന്ന് വെച്ചാൽ ഞാൻ ഏത് മേഖലയിലാണെങ്കിലും അവിടെ നന്നായിട്ടൊക്കെ നോക്കുന്ന ഒരാളായിരിക്കും. അത്രേ എനിക്ക് ഉറപ്പ് തരാൻ പറ്റുള്ളൂ. ഏത് മേഖലയായിരിക്കും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഭാഗ്യം കുറവെന്ന് വിശ്വസിക്കുന്ന കാവ്യയ്ക്ക് ഇനി അങ്ങോട്ടുള്ള ജീവിതത്തിൽ നിറയെ ഭാഗ്യം വരട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ നന്ദി. താങ്ക് യു സർ.